Pinarayi Vijayan, an Indian politician and the current Chief Minister of Kerala. He was born in 1945 in Pinarayi, Kannur. He entered politics through students' union activities at Government Brennan College, Thalassery, and eventually joined the Communist Party in 1964. He was the longest-serving secretary of the Kerala State Committee of the CPIM from 1998 to 2015. പൗരോഹിത്യ ജീവിതത്തിൻ്റെ അത്യുന്നത ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന പുരോഹിത ശ്രേഷ്ഠനാണ് നമ്മുടെ വലിയ തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന മനുഷ്യസ്നേഹിയാണ് എന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. വൈദിക വൃത്തി ആരംഭിച്ച കാലം മുതൽക്കേ തൻ്റെ ചെറുപ്പനാൾ തൊട്ടേ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെ സമൂഹത്തെ നല്ല രീതിയിൽ വീക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ മാത്രമേ ഏവർക്കും കാണാൻ കഴിയുകയുള്ളൂ. പ്രായം ഈ പ്രവർത്തനങ്ങൾക്കൊന്നിനും അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ജീവിക്കുന്നിടം വരെ സഹജീവികളെ സഹായിക്കുക, തൻ്റെ സഹായം വേണ്ടവർക്ക് സഹായമെത്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു പുരോഹിതനെയാണ് ഇദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യസ്നേഹത്തിലാണ് ഊന്നുന്നത്. എന്നാൽ പ്രയോഗത്തിൽ സ്പർദ്ധ വളർത്താനുള്ള ചില നീക്കങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? തിരുമേനി എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത്? വളരെ സങ്കടവും ഗൗരവവും
സമൂഹത്തെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇതിൻ്റെ ശരിയായ ഉത്തരം മനുഷ്യൻ കണ്ടുപിടിക്കുമ്പോൾ ലോകം നന്നാകും. മതങ്ങൾ ദൈവത്തെ, അതായത് സത്യത്തെ ആരും പൂർണ്ണമായി മനസ്സിലാക്കി. ഓരോരുത്തരുടെയും ധാരണ അവർ മനസ്സിലാക്കിയിരിക്കുന്നതാണ് യാഥാർത്ഥ്യം, മറ്റേതൊക്കെ അബദ്ധമാണ്. അങ്ങനെയല്ല, ഇതെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ ഓരോ ഭാഗമാണ്. ആരും പൂർണ്ണ സത്യം മനസ്സിലാക്കിയിട്ട്. അതിന് ഉദാഹരണം, പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു ഭൂമി, സൂര്യൻ കറങ്ങുകയും ഭൂമി നിൽക്കുകയും ചെയ്യുന്നു. അന്ന് അങ്ങനെ പറഞ്ഞാൽ, ഇന്ന് അങ്ങനെ പറഞ്ഞാൽ ആരും സമ്മതിക്കുകയില്ല. ഇന്നത് മറിച്ചാണ്, ഭൂമി കറങ്ങുന്നു, സൂര്യൻ. പണ്ട് പറഞ്ഞു ആറ്റം പൊട്ടിക്കാനൊക്കെയില്ല. ഇന്ന് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്ത് എത്ര വലുതാണ്. പൊട്ടിക്കാമെന്നോ മാത്രമല്ല, പൊട്ടിച്ചാൽ. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് നമ്മൾ ആരും കണ്ടുപിടിച്ചതോ ഗ്രഹിച്ചതോ അല്ല. സത്യം അതിനേക്കാളൊക്കെ വലുതാണ്. സത്യം നമ്മുടെ അറിവിനേക്കാളും വലുതായിട്ടുള്ളത്. അത് എല്ലാവരും കൂടെ കൂടുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിന് സാധിക്കും. അത് മാറിയിട്ട് ഞാൻ വിചാരിച്ചത് മാത്രമാണ് സത്യം, മറ്റുള്ളതൊക്കെ അസത്യമാണ് എന്ന് പറയുക സത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ അഭിപ്രായം പരിപൂർണമാണ്. അതുകൊണ്ട് മറ്റുള്ളവൻ്റെ അഭിപ്രായം കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നീ സ്വീകരിച്ചു. ഇത് മതത്തിലും രാഷ്ട്രത്തിലും സമൂഹശാസ്ത്രത്തിലും ഒക്കെ നാം കാണുന്നതാണ്. എന്നാൽ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തെ സത്യാംശം മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടുപിടിക്കാനായി ശ്രമിക്കണം. സത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്. ഒരു കൊച്ചുകുട്ടി 4 വയസ്സായിരുന്നപ്പോൾ അമ്മ പറയും, ഈ കുട്ടി നല്ല കുട്ടി, അനുസരണമുള്ള കുട്ടി, വൃത്തിയുള്ള കുട്ടി, പറഞ്ഞാൽ കേൾക്കുന്നു. അവന് 40 വയസ്സാകുമ്പോൾ ആ അമ്മ തന്നെ പറയും, ഇവനെക്കൊണ്ട് ഞാൻ മരുന്നു. ഇതിലേതാ അമ്മ പറഞ്ഞതിലേതാ സത്യം? 4 വയസ്സുള്ളപ്പോൾ പറഞ്ഞതാണ് സത്യം. അതുകൊണ്ട് സത്യം സാഹചര്യത്തോടുകൂടെ ബന്ധപ്പെട്ടാണ്. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സത്യം മനുഷ്യനാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവർ എന്നിൽ കാണുന്ന ദൈവമില്ല എന്നാണ് പറയുന്നത്. അവർ ദൈവത്തെ നിഷേധിക്കുന്നവരെ. എന്നാൽ ദൈവമാണെന്നും പറഞ്ഞ് ഞാൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവമാണെന്ന് അവർ സ്വീകരിക്കുന്നത്. ആ ദൈവം ചോദ്യപ്പെടേണ്ട ദൈവമാണെന്നാണ് എൻ്റെ. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ട്, ഹിന്ദു മതത്തിലുണ്ട്. അതുകൊണ്ട് ഈ മറ്റുള്ളവർ പറയുന്നത് തള്ളുകയല്ല, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യഥാർത്ഥ സത്യം മനുഷ്യനാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ആ മനുഷ്യനായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നതെല്ലാം സത്യമാണ്. അതിന് വിഘടമായിട്ടുള്ളതെല്ലാം അസത്യമാണ്. അതാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് സത്യം എന്തായെന്ന് ചോദിച്ചാൽ മനുഷ്യനായി ജീവിക്കും. മനുഷ്യൻ എന്താണ് മനുഷ്യനിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? അവന് എന്തായിത്തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ലോകത്തിൽ സാധിക്കാൻ തക്കവണ്ണം എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കണം.
അത് വിവിധ രീതിയിൽ പ്രവർത്തിക്കാം. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പാൻസും കോട്ടും ഇടും, ചിലർ ഷർട്ടും കൊണ്ട് കൊടുക്കും, ചിലർ ഒരു കുടിയാണ്ട് മാത്രം കൊടുക്കും, ചില ആളുകൾ നഗ്നരായിട്ട് തന്നെ ഈ നടക്കുന്നുണ്ട്. വലിയ ഇതെല്ലാം അംഗീകരിക്കത്തക്കതാണ്. എന്നാൽ അതിനെല്ലാം അതിൻ്റെ അതിരുകളിൽ അത് നിർത്താൻ, അതിര് കടക്കുമ്പോൾ അത് അസത്യമായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജോയി അലൂക്കാസിൽ നിന്ന് ഞാനൊരു വള വാങ്ങിച്ച് എൻ്റെ മകൾക്ക് ഇടാൻ കൊടുത്താൽ നല്ലതാണ്. അവൾക്ക് സന്തോഷം, അവളെ കെട്ടാൻ പോകുന്നതിന് സന്തോഷം, അവൻ്റെ അമ്മയ്ക്ക് സന്തോഷം, എല്ലാവരും. എന്നാൽ അത് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന് കൊടുത്താൽ എല്ലാവർക്കും സങ്കടം. അവളെ പോലീസ് പിടിക്കും, എന്നെ അറസ്റ്റ് ചെയ്യും, കോടതി വരുമ്പോൾ ഒത്തിരി കടങ്ങൾ പറയണം. അതുകൊണ്ട് സമൂഹ ജീവിതത്തിന് തകർക്കുന്ന എല്ലാം ദൈവത്തിന് വിപരീതം. സമൂഹ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അർത്ഥം. സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം നിലനിർത്തുന്ന സനാതന സത്യമാണ് ദൈവം എന്ന് ഞാൻ പറയും. ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ സാധ്യതകളുടെ ഒരു കൂമ്പാരമാണ് ലോകത്തിലേക്ക് വരുന്നത്. ആ സാധ്യതകൾ ആ കുഞ്ഞിൽ സാധ്യമാകാൻ തക്കവണ്ണം സാഹചര്യത്തെ ക്രമീകരിച്ചു കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ചുമതലയാണ്. ഇന്ന് നമ്മൾ ആ സാധ്യതകളല്ല, എൻ്റെ ആകെ ചിന്ത പോലെ ആ കുഞ്ഞ് വളരണമെന്നാണ്. വ്യത്യസ്തത എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് ആവശ്യമാണ്. എല്ലാവരും പിണറായി സാറിനെ പോലെ മാത്രം ആയിരുന്നെങ്കിൽ ലോകം അധപ്പതിച്ചേ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ പിണറായി സാറിനെ പോലുള്ള ഒരാളുകൂടെ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇപ്പോഴുള്ളതിനേക്കാൾ അധപ്പതിച്ചു. അതുകൊണ്ട് നമ്മിൽ നിന്ന് അന്യമായി ചിന്തിക്കുന്ന ആൾ നമ്മുടെ ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് അയാളെ കാണും. അതിൻ്റെ മറ്റേ വശം കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ദൈവം എന്ന് പറഞ്ഞല്ല, മനുഷ്യനെ മനുഷ്യനാക്കാനാണ് ദൈവം, അല്ലാതെ ദൈവത്തെ ദൈവമാക്കാനല്ല ദൈവം. അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനായി വരുന്നത്, മനുഷ്യനാകുന്നത് സമൂഹത്തിലാണ്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് സമൂഹത്തിനാണ് ആവശ്യം. സത്യം പറഞ്ഞാലെന്നാ, കള്ളം പറഞ്ഞാലെന്നാ. എന്നാൽ നമ്മുടെ ആളത്വം നഷ്ടപ്പെടും നാം അസത്യത്തിൽ ജീവിച്ച്. അതുകൊണ്ട് സമൂഹത്തിലാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. പിണറായി സാറ് ഇപ്പോൾ ജനിച്ചപ്പം മുതൽ ഒരു മുറിയിലിട്ട് അടച്ചിരുന്നെങ്കിൽ സമൂഹത്തിന് ഇത്രയും അംഗീകാരമുള്ള ഒരാളായി വരികയില്ലായിരുന്നു. എന്നാൽ ഇന്ന് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും സമൂഹത്തിൻ്റെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കുന്നതിനും അത് പ്രായോഗികമാക്കി അതെല്ലാവർക്കും ലഭിക്കുന്നതിനും പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് സാറിന് ലഭിച്ചിരിക്കുന്നതായ നേതൃത്വം സമൂഹത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമെന്ന് നാം പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായ സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ അതിൻ്റെ മാക്സിമം പോസിബിലിറ്റീസിലേക്ക് നയിക്കണം. ഇന്നങ്ങനല്ല, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളതിനെ നശിപ്പിക്കുക,
മറ്റുള്ളവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ കഴിവുകൾ ഉപയോഗിക്കണം, നശിപ്പിക്കുകയല്ല, എൻ്റെ കഴിവുകൾ ഉപയോഗിക്കണം. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്ക് കെട്ടുപണി ചെയ്യേണ്ടത്. അപ്പോൾ മറ്റുള്ളവൻ്റെ നന്മയും കഴിവുകളും എൻ്റെ വളർച്ചയ്ക്ക് സഹായമായതിനാൽ അതിൽ ഞാൻ സന്തോഷിക്കും. ഇന്ന് മറ്റുള്ളവൻ വളരുമ്പോൾ എൻ്റേത് പോകുമെന്നുള്ളിൽ പേടിയാണ്. അത് യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ ശക്തിക്കുമായിട്ട് വ്യക്തികളെ പരിശീലിപ്പിക്കുകയും ഒരുക്കുകയും അവരുടെ കഴിവുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ദൈവമായ പ്രവൃത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥയുണ്ടല്ലോ മനുഷ്യർ തമ്മിൽ. ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ ചിലർ അതിസമ്പന്നരാണ്, മഹാഭൂരിഭാഗം പേര് അങ്ങേയറ്റം പാവപ്പെട്ടവരുമാണ്. ഈ അസന്തുലിതാവസ്ഥയെ തിരുമേനി എങ്ങനെയാണ് കാണുന്നത്? അത് വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റവൻ എൻ്റെ ആവശ്യമായിട്ടാണ് കാണേണ്ടത്. അതായത് നമുക്ക് തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്ന് സാറിന് ചായ കുടിക്കണമെങ്കിൽ ചായ ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ട്. അവനെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവൻ ഉണ്ടാക്കിയ ചായ കുടിക്കുന്ന സാറിൻ്റെയും എൻ്റെയും ചുമതലയാണ്. അവൻ ചായ കുടിക്കാതെ ഞാൻ മാത്രം ചായ കുടിക്കുന്ന ഒരു വ്യവസ്ഥിതി എടുക്കുക. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഞാൻ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യം ശുദ്ധവായു, ശുദ്ധവെള്ളം, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിദ്യാഭ്യാസം, അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ലഭിക്കണം. വ്യത്യാസങ്ങളൊന്നും അരുത് എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ഇപ്പോൾ പിണറായി സാറിൻ്റെ അത്രയും ബുദ്ധി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കാര്യം പറ്റുമോ? അല്ല, എൻ്റെ അത്രയും ബുദ്ധിയെ പിണറായി സാറിനാകാവൂ എന്ന് പറഞ്ഞാലും ലോകം നശിക്കും. എന്നാൽ നമ്മളിന്ന് ബുദ്ധി ചിലരുടേതല്ല. എനിക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവൻ്റെ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ബുദ്ധി ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് പണം സമ്പാദിക്കാൻ മാർഗം തന്നത് സമ്പാദിക്കാൻ മാർഗമില്ലാത്തവന് സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുവാനായിട്ടാണ്. അതുകൊണ്ട് ഈ നമ്മൾക്കുണ്ടല്ലോ ഇപ്പോൾ ചില മക്കളൊക്കെ നല്ല ബുദ്ധി മാന്യതയുള്ളവർ, അവർക്ക് വേണ്ടി അവരുടെ സഹോദരനെ അപ്പം പണം ഏൽപ്പിച്ചിരിക്കുക. അവൻ്റെ പണമല്ല, സഹോദരന് വേണ്ടിയുള്ള പണം. എന്നാൽ അവനെ ഏൽപ്പിച്ചാൽ അവനത് നശിപ്പിക്കും. അവനും പ്രയോജനമില്ല, മറ്റാർക്കും വേണം. എന്നാൽ അത് ഇവനെ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വലിയ പണക്കാർക്കൊക്കെ പണം കൊടുത്തിരിക്കുന്നത് പണമില്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലാതെ അവർക്ക് വേണ്ടിയോ അവരുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെന്നാണ് എൻ്റെ. അത് ഞാനും മനസ്സിലാക്കണം. അതായത് എല്ലാവർക്കും കൂടിയാണ് ഇത്. ആവശ്യമനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കണം. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിനോട് ഞാൻ യോജിപ്പാൻ. ആവശ്യമല്ല, അവൻ്റെ ആവശ്യം അത് നമ്മളല്ല, അവൻ്റെ ആവശ്യം നമ്മൾ സമൂഹമാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കും. നമുക്കറിയാം, ഓരോ വോട്ട് വരുമ്പോഴും ഉള്ള വഴിയെ പോകുമ്പോൾ കേൾക്കുന്ന പ്രസംഗം കേട്ടാൽ എനിക്ക് തോന്നുന്നു അടുത്ത മന്ത്രിസഭ വരുമ്പോൾ
കേരളത്തിൽ പട്ടിണി കാണുകയില്ല. എന്നാൽ എൻ്റെ അനുഭവം ആ മന്ത്രിസഭ വരുമ്പോൾ പട്ടിണി പിന്നെയും കൂടിയതേ ഉള്ളൂ. അതെന്തെന്ന് ചോദിച്ചാൽ നാം സത്യത്തെ സത്യമായി മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരുടെയും വിചാരം ഞാൻ നന്നായി, ഞാൻ മറ്റുള്ളവനെ സഹായിക്കാനല്ല, അവനോട് കൂടെ അവന് വേണ്ടി ജീവിക്കണം. അവനെ ഈ സഹായം നിർത്തിയിട്ട് അവന് വേണ്ടി ജീവിക്കുന്ന ഒരു പരിപാടി നമ്മളുണ്ടാക്കണം. ഈ പ്രായത്തിലും പ്രായത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാനിടയുള്ള സ്വാഭാവികമായ അവശതകൾ എല്ലാം മാറ്റിവെച്ച് എവിടെയും എത്തിച്ചേർന്ന് തൻ്റെ ദൗത്യം നിറവേറ്റാൻ തയ്യാറാകുന്നുവെന്നത് ഈ ലോകത്തിന് മുന്നിലുള്ള ഉത്തമമായ മാതൃകയാണ്. തൻ്റെ ജീവിതം കൊണ്ട് അത്തരമൊരു മാതൃക സൃഷ്ടിച്ചെടുക്കാൻ അപൂർവം വ്യക്തികൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിലൊരാളായി ഇദ്ദേഹം മാറിയിരിക്കുന്നു. ആ ഉയർന്ന നിലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് നാം ഏവരും കാണേണ്ടത്. ഗാന്ധിജിയാണ് ഏറ്റവും വലിയ ഒരു മാതൃകാ പുരുഷൻ. ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണം രാഷ്ട്രപിതാവിൽ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരുന്നു. ഇന്ന് രാഷ്ട്രത്തിനും സഭയ്ക്കും വേണ്ടിയത് നമ്മളുടെ സൗകര്യമല്ല, മനുഷ്യൻ്റെ മനുഷ്യത്വമാണ്.